വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന സമ്മേളനം രാഷ്ട്രീയ ബലാബലത്തിനുള്ള വേദിയാക്കി മാറ്റി മുന്നണികൾ. LDF BJP സർക്കാരുകൾക്കായി പ്രത്യേക ജയ്വിളി ഉയർന്നു. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിലിരുന്നപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിലാണ് ഇരുന്നത്. MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇടത് നേതാക്കളും BJPയുടെ മുൻ പ്രസിഡന്റുമാരും സദസ്സിൽ ഇടം പിടിച്ചു. പ്രധാനമന്ത്രിയുടെ വേദിയിൽ സീറ്റ് അനുവദിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു വേദി കൂടി മാറുകയായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ്. മോത്തി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഒരു രാഷ്ട്രീയ വേദി തന്നെയായിരുന്നു. സംസ്ഥാന മന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ രാഷ്ട്രീയം സംസാരിക്കുന്നു. കുത്തക മുതലാളിത്തത്തെ എതിർക്കുന്ന പ്രത്യയശാസ്ത്രമുള്ള കമ്മ്യൂണിസ്റ്റ് കുത്തക മുതലാളിയെ പാർട്ണർ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പരിഹാസം ഇതടക്കം വേദിയിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സദസ്സിലും രാഷ്ട്രീയ മത്സരം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുതന്നെയാണ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിലും പ്രതിഫലിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം പ്രത്യേകിച്ച് ഇടതുമുന്നണി പ്രവർത്തകരും ഒപ്പം തന്നെ BJP പ്രവർത്തകരും കൂട്ടമായി ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുന്ന കാഴ്ചയാണ് ആദ്യം മുതലേ കാണാൻ കഴിഞ്ഞത്. അവരവരുടെ കൊടികെട്ടിയ വാഹനങ്ങളിൽ അവരവരുടെ പ്രവർത്തകരെ കൃത്യമായി കൊണ്ട് ഇറക്കുകയും ചെയ്തു. വേദിയിൽ ഓരോ നേതാക്കൾ വരുമ്പോഴും പ്രസംഗിക്കാൻ വരുമ്പോഴും ഒക്കെ ഈ രാഷ്ട്രീയ മത്സരം സദസ്സിലും പ്രകടമായിരുന്നു. പ്രധാനമന്ത്രി വരുമ്പോൾ ഭാരത് മാതാ ജയ് എന്ന് വിളിച്ചുകൊണ്ട് BJP പ്രവർത്തകർ വലിയ മുദ്രാവാക്യം വിളിക്കുന്നു. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇടതുമുന്നണി പ്രവർത്തകരും സജീവമായിട്ട് നിൽക്കുന്നു. അതിനൊപ്പം തന്നെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തു. ഈ വേദിയിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഒക്കെ ജനപ്രതിനിധികൾക്കും ഒക്കെ ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുന്നത് ഒരു വിമർശനമായി മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ധനമന്ത്രി അടക്കം സദസ്സിലിരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് ഔചിത്യമാണെന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് അപ്പോൾ തന്നെ ഈ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ സമൂഹ മാധ്യമത്തിൽ ആ വിമർശനം പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇവിടം അവസാനിക്കുന്നില്ല. ഈ ചടങ്ങ് തീരുമാനിച്ചപ്പോൾ മുതൽ വിഴിഞ്ഞത്തിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിട്ട കസേര ഒഴിഞ്ഞു തന്നെ കിടന്നത്. പ്രധാനമന്ത്രിയും ഒക്കെ രാഷ്ട്രീയം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും വിഴിഞ്ഞത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ വാഗ്വാദങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യും. അതിനുള്ള തീപ്പൊരിയിട്ടിട്ടാണ് പ്രധാനമന്ത്രി കൂടി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. മോത്തി, ശരിയാണ്.